ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ ഭക്തർക്കും പ്രണാമം. ഭഗവത്ഗീതയിലെ 10-ാം അധ്യായം വിഭൂതി യോഗമാണ് നമ്മൾ യജ്ഞം ആരംഭിച്ചത്. 1-ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് 2-ാമത്തെ ശ്ലോകം. നമേ വിദുസുരഗണാഃ പ്രഭവം ന മഹർഷയാഃ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. സുരഗണാഃ ദേവഗണങ്ങൾ മേ എൻ്റെ പ്രഭവം ഉൽപ്പത്തി ന വിദുഃ അറിയുന്നില്ല. മഹർഷയഃ ച മഹർഷിമാരും മേ പ്രഭവം ന വിദുഃ എൻ്റെ ഉൽപ്പത്തി അറിയുന്നില്ല. അഹം ഞാൻ ദേവാനാം ദേവന്മാർക്കും മഹർഷീണാം ച മഹർഷിമാർക്കും സർവശഃ എല്ലാവിധത്തിലും ആദി കാരണമാകുന്നു. 1-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, അർജുന, നിനക്ക് ഞാൻ ഇതെല്ലാം വീണ്ടും വീണ്ടും ഉപദേശിച്ചു തരുന്നതിന് കാരണമെന്ന് പറയുന്നത്, നിനക്ക് ഉപദേശിച്ചു തരുവാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട്, സന്തോഷമുണ്ട്, ഉത്സാഹമുണ്ട്. കാരണം ഗുരു ഉപദേശം പൂർണ്ണമായിട്ടും കേട്ട് മനനം ചെയ്യുന്ന ഒരുവനാണ് നീ. അതുകൊണ്ട് വീണ്ടും വീണ്ടും നിനക്ക് ഞാൻ ഇതിൻ്റെ രഹസ്യങ്ങൾ ഉപദേശിച്ചു തരികയാണ്. അങ്ങനെ 2-ാമത്തെ ശ്ലോകത്തിലൂടെ പറയുകയാണ്, അർജുന, ഇന്ദ്രാദികളായ ദേവന്മാർക്കും വ്യാസൻ വസിഷ്ഠൻ മുതലായ മഹർഷിമാർക്കും എൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ ഉൽപ്പത്തിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ എൻ്റെ ഉൽപ്പത്തിയോടുകൂടിയാണ് ഇവരെല്ലാം ഇവിടെ ഉണ്ടായത്. അതായത് ഒരു ശ്ലോകത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലിക്കുടത്തിൽ അമരൻ അമരേന്ദ്രനും മറ്റെല്ലാവരും ഇങ്ങിതിലിരുന്ന് വളർന്നിരുന്നു. അപ്പോഴിവിടെ ഈ മഹർഷിമാരുടെയും ഇന്ദ്രാദി ദേവന്മാരുടെ എല്ലാം തന്നെ ഉൽപ്പത്തിക്കും തപസിദ്ധിക്കുമെല്ലാം കാരണമെന്ന് പറയുന്നത് ഞാൻ തന്നെയാകുന്നു. അവരുടെ എല്ലാം ഉൽപ്പത്തി ഏത് കാലത്തായിരുന്നു, എവിടെയായിരുന്നു അവർക്കറിയില്ല. പക്ഷെ എനിക്കറിയാം. കാരണം എൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് കാലദേശാവധികൾക്ക് അതീതമാണ്. പരമാത്മസ്വരൂപനാണ് ഞാൻ. ആ എൻ്റെ ഉൽപ്പത്തി അറിയുവാൻ ഈ ദേവന്മാർക്ക് കഴിയില്ല. കഠിനമായ തപസ് ചെയ്യുന്ന മഹർഷിമാർക്ക് പോലും എൻ്റെ ഉൽപ്പത്തി അജ്ഞാതമാണ്. അതിന് കാരണമുണ്ട്. ഈ ദേവന്മാർക്കും മഹർഷിമാരുടെ എല്ലാം ഉത്ഭവസ്ഥാനമെന്ന് പറയുന്നതും ഞാൻ തന്നെയാണ്. ഇവിടെയാണ് നമ്മളൊരു വാക്ക് മനസ്സിലാക്കേണ്ടത്, സനാതനം. ഈ സനാതന തത്വമാണ് പരബ്രഹ്മം എന്ന് പറയുന്നത്. അത് സ്വയം പൂർണ്ണമാണ്. നമ്മളൊക്കെ ആരാധിക്കുന്ന ദേവന്മാരും മഹർഷിമാരുമെല്ലാം ഈ പരബ്രഹ്മത്തിൻ്റെ അതിസൂക്ഷ്മ ഘടകങ്ങൾ മാത്രമാണ്. സ്വയം പൂർണ്ണമായ ബ്രഹ്മതത്വത്തിൽ നിന്ന് രൂപം കൊള്ളുകയും
അതിൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യുന്ന ഈ ഘടകങ്ങൾക്ക് സമ്പൂർണ്ണ വസ്തുവിൻ്റെ ഉൽപ്പത്തി കാലത്തെയോ ഉൽപ്പത്തി ക്രമത്തെയോ കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടാവുക സാധ്യമല്ല. നമ്മൾ കേട്ടിട്ടില്ലേ, പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു. ഇവിടെ പരമാത്മാവല്ലാതെ വേറൊന്നുമില്ല. ആ ഒരു തത്വം നമ്മൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ അല്പപ്രതിഭാസങ്ങൾ, നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം തന്നെ അല്പപ്രതിഭാസങ്ങൾ മാത്രമാണെന്നറിയണം. അത് സമ്പൂർണ്ണ വസ്തുവിൽ ലയിച്ചു ചേരുമ്പോൾ, അതായത് സാക്ഷാൽ പരമാത്മാവിൽ ലയിച്ചു ചേരുമ്പോൾ ആ പൂർണ്ണ തത്വത്തെ അറിയുന്നു. അപ്പോഴാണ് അറിയപ്പെടുന്നതും അറിയുന്നതും ഒന്നായിത്തീരുന്നു. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ അവിടെ ഇല്ല. കാരണം അറിയപ്പെടേണ്ടത് എന്താണോ അറിയുന്നത് എന്താണോ ഇത് രണ്ടും ഒന്നായിത്തീരുന്നു. അതാണ് പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന് പറയുന്നതും അത് തന്നെയാണ്. മൂന്നാമത് ശ്ലോകം, യോ മാമജമനാദീൻ വേത്തി ലോകമഹേശ്വരം അസമ്മൂഢഃ സമർത്ഥ്യേഷു സർവപാപൈഃ പ്രമുച്യതേ. യാതൊരുവൻ അജം ജനനമില്ലാത്തവനും അനാദിം ആദിയില്ലാത്തവനും ലോകമഹേശ്വരം ച സകല ലോകങ്ങളുടെയും അധീശനുമായി മാം എന്നെ വേത്തി അറിയുന്നുവോ, മർത്യേഷു മനുഷ്യരിൽ അസമ്മൂഢഃ മോഹങ്ങൾ ബാധിച്ചിട്ടില്ലാത്ത അയാൾ സർവപാപൈഃ സകല പാപങ്ങളിൽ നിന്നും പ്രമുച്യതേ മോചിപ്പിക്കപ്പെടുന്നു. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ഉപദേശിക്കുകയാണ്, ഭഗവാനെ സംബന്ധിച്ച് അനിത്യമായ ദേഹാദി വസ്തുക്കളിൽ നിന്നും ഭിന്നനാണ്. അതായത് ഇവിടെ നിലനിൽക്കാത്ത നിത്യമല്ലാത്ത ദേഹം തുടങ്ങിയ ജഡവസ്തുക്കളിൽ നിന്നും ഭിന്നനാണ് ഭഗവാൻ. കർത്തൃത്വ ഭോക്തൃത്വാദി ധർമ്മരഹിതനുമാണ്. ഒന്നിൻ്റെയും കർത്തൃത്വവും ഏറ്റെടുക്കുന്നില്ല, അതിൻ്റെ ഭോക്താവുമല്ല ഭഗവാൻ. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന, സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നുവെങ്കിൽ അതിന് കാരണമെന്ന് പറയുന്നത് സമ്മോഹമാണ്. ആ സമ്മോഹം ജ്ഞാനോദയമുണ്ടാവുന്നതോടുകൂടി അത് നശിക്കുന്നു. അതായത് ദേഹമുള്ളപ്പോൾ ഞാനെന്ന ഭാവവും, ജ്ഞാനമില്ലാത്തത് കൊണ്ട് ഞാനെന്ന ഭാവം, അജ്ഞാനം കൊണ്ടാണ് ആ ഭാവം ഉണ്ടാകുന്നത്. ജ്ഞാന ഉദയം ചെയ്യുന്നതോടുകൂടി ഭഗവാനെ, സാക്ഷാൽ പരമാത്മാവിനെ അറിയുന്നതോടെ അറിഞ്ഞും അറിയാതെയും ചെയ്യപ്പെടുന്ന സകല പാപങ്ങളും ഇല്ലാതാകുന്നു. ഭഗവാൻ ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവുന്നത്, അതായത് സമ്മോഹം നശിക്കപ്പെടുന്നത് അനേക കോടി മർത്യരിൽ ഏതാനും ചിലർക്ക് മാത്രം പുണ്യകർമ്മഫലമായി ശാസ്ത്രജ്ഞാനമുണ്ടാകുന്നു. ആ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തിൽ നശ്വരമായതിനെയും അനശ്വരമായതിനെയും വിവേചിച്ചറിയുവാൻ അവർക്ക് സാധിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ നശ്വരമായതെന്താണ്, അനശ്വരമായതെന്താണ്? അനശ്വരമായത് സാക്ഷാൽ പരബ്രഹ്മം മാത്രമാണ്. ബാക്കിയെല്ലാം ഉണ്ടായി മറയുന്നവയാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക്, ശാസ്ത്രജ്ഞാനികൾക്ക്, അതായത് ജ്ഞാനമുണ്ടാകുന്നതോടുകൂടി ആ പ്രകാശത്തിലാണ് ഈ നശ്വരമായതും അനശ്വരമായതും തിരിച്ചറിയുവാൻ അവർക്ക് സാധിക്കുന്നത്. അതിൻ്റെ ഫലമായി അവർക്ക് ലൗകിക വിഷയങ്ങളിൽ വിരക്തിയുണ്ടാവും.
മോക്ഷ ഇച്ഛയുണ്ടാകും. അവർ ആദ്യന്തരഹിതനായിരിക്കും, ജന്മാദി വികാരങ്ങളില്ലാത്തവനായിരിക്കും. അവര് ഈ ലോകത്തിൻ്റെ പ്രവർത്തനത്തിന് ഹേതുഭൂതനുമായ സാക്ഷാൽ പരമാത്മാവിനെ അറിയുന്നു. അതോടെ ഈ ജന്മത്തിലോ മുൻജന്മത്തിലോ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സകല പാപങ്ങളിൽ നിന്നും മോചനം നേടുന്നു. അനേക ജന്മസംപ്രാപ്ത കർമ്മേന്ദ്ര വിദാഹിനെ ജന്മജന്മാന്തരങ്ങളായി ആത്മാവിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സകല പുണ്യപാപങ്ങളും, അതാണ് പുനർജന്മത്തിന് കാരണമാകുന്നത്. അവയിൽ നിന്നുള്ള മോചനമാണ് ജ്ഞാനമുണ്ടാകുന്നവർക്ക്, ജ്ഞാനികൾക്ക് സംജാതമാകുന്നത്. അങ്ങനെയൊരു മോചനം നേടുന്നതുകൊണ്ട് ദേഹനാശാനന്തരം, അതായത് ഈ ജഡമായി ദേഹം നശിക്കുന്നതോടെ പരമപദമായ മോക്ഷം നേടാനും അയാൾക്ക് കഴിയും. ഈ ഒരു വലിയ ഉപദേശമാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് തരുന്നത്. അതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ, അകന്ന് നിന്നുകൊണ്ട് ഏത് വസ്തുവിനെക്കുറിച്ച് നേടുന്ന ജ്ഞാനം അപൂർണമായിരിക്കും. ബ്രഹ്മജ്ഞാനവും അതുപോലെ തന്നെയാണ്. അപ്പം ബ്രഹ്മത്തെക്കുറിച്ച് പൂർണ്ണ ജ്ഞാനമുള്ളത് ബ്രഹ്മത്തിന് തന്നെയാണ്. ആ വിധത്തിലുള്ള ഒരു ജ്ഞാനം നേടണമെങ്കിൽ സാധകൻ അല്ലെങ്കിൽ ഭക്തൻ അല്ലെ സത്യാന്വേഷി ബ്രഹ്മത്തിൻ്റെ അംശമാകണം. ഈ പ്രപഞ്ചകാരണമായ ബ്രഹ്മം മറ്റൊരു വസ്തുവിൽ നിന്നും ഉണ്ടായതല്ലെന്നും അത് സനാതനമാണെന്നും അതിൻ്റെ അസ്തിത്വത്തിനും പ്രഭാവത്തിനും കാലദേശാദി പരിധികളില്ലെന്നും മനസ്സിലാക്കുന്ന വിവേകി, ആ ഒരു വിവേകം ഉണ്ടാകുന്നവൻ താൻ പരമസത്യത്തിൻ്റെ നേരിയ ഒരംശമാണെന്ന് തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുന്നതോടെ കർമ്മവാസനകളിൽ നിന്ന് അയാൾ വിമുക്തനാകും, സകല പാപങ്ങളിൽ നിന്നും മോചനം നേടും. അങ്ങനെയുള്ള സാധകൻ പരമപദമായ മോക്ഷത്തിന് സർവഥാ അർഹനായിത്തീരുന്നു. ഈ ഒരു വലിയ ലോകോത്തര സന്ദേശമാണ് ഭഗവാൻ ഈ 3-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് തരുന്നത്. എല്ലാവർക്കും ഇത് മനസ്സിലാക്കുവാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ രവീന്ദ്രൻ GP, പേരഞ്ചിറ, കായംകുളം. ഓം നമോ നാരായണായ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത്സത്. പരബ്രഹ്മമേ സമർപ്പയാമി.